കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജൂലൈ മാസം 5-ാം തീയതി പുതുമാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ദൈവസന്നിധിയിലെ വചനവുമായി കടന്നു വരുവാൻ, ദൈവസന്നിധിയിൽ ഇരിപ്പാൻ, വിശുദ്ധ സഭാകമായി വീട്ടിലെ സഭ ഹൗസ് ചർച്ച് എന്നുള്ള നിലയിൽ നിങ്ങൾക്കുമായിരിക്കാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സന്ദർഭങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തിയ വഴികളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏത് മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, കർത്താവിൻ്റെ ദയയാണ് എന്ന് നാം ഓർക്കണം. ഏത് മനുഷ്യനും ഒരു നിമിഷത്തിൽ 5 പേര് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് ഞങ്ങൾ പ്രസംഗിച്ചു. എന്നാൽ ഇത് 5 അല്ല 10 എന്നാണ്. മരണത്തിൻ്റെ നിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അനേക രോഗികളായിക്കൊണ്ടിരിക്കുന്നു. ഈ കോവിഡിൻ്റെ വാക്സിൻ എടുത്ത നിമിത്തം ലോക ജനത മുഴുവൻ രോഗത്തിൻ്റെ അടിമയായി മാറാനിടയായി. ഓർമ്മശക്തി കുറഞ്ഞവരും മറ്റു മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരുമായി ആ വാക്സിൻ മുഖാന്തരം തീർന്നുവെന്ന് ആരോഗ്യ വകുപ്പ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ പറയുന്നതല്ല, അവർ തന്നെ പറയുക. കാരണം അങ്ങനൊരു സാഹചര്യത്തിൽ കാര്യങ്ങൾ ചെന്നുപെട്ടു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ വരവിന് മുൻപ് നടക്കേണ്ട സംഭവങ്ങളിൽ ഒന്ന് പകർച്ചവ്യാധികൾ, വ്യാധികൾ. ലൂക്കോസ് വ്യക്തമായി പറയുന്നുണ്ട്. ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധി, ഇതൊക്കെ ലോകത്ത് സംഭവിക്കണം. അങ്ങനെ സംഭവിക്കുമ്പോൾ ജനം ചത്തൊടുങ്ങാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മറുവിദ്യകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ വേറൊരു വശത്ത് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ ദൈവവചനത്തിൽ ഉള്ള കാര്യങ്ങളാണ്, അല്ലാതെ എന്നും യാദർച്ഛികമല്ല. പിന്നെ ഇതിൻ്റെ പേരിൽ കോടികൾ കൊയ്തെടുക്കുന്നു. സ്വത്രം ആരോഗ്യവകുപ്പും ഗവൺമെൻറ്റും അവിശുദ്ധമായ കൂട്ടുകെട്ടിലൂടെ കോടികൾ കൊയ്തെടുത്തു എന്നൊക്കെ പലരും പറയുന്നുണ്ട് ന്യൂസ് മുഖാന്തരം. സ്വത്രം യാഥാർത്ഥ്യം ദൈവം അറിയുന്നു. ശരിയായിരിക്കാനാണ് ഏറിയ സാധ്യത. കാരണം ഒരു ഗവൺമെൻറ് നമുക്ക് അനുകൂലമായ ഒരു ഗവൺമെൻറ് നമുക്ക് ഉണ്ടെന്നുള്ളത് ആശ്വാസം. എന്നാൽ ഗവൺമെൻറ് തന്നെ പ്രതികൂലമായിരിക്കുമ്പോൾ, മനുഷ്യനെ വീർപ്പ് മുട്ടിക്കുമ്പോൾ, സ്വത്രം വിവിധ നിലയിലുള്ള ചുങ്കങ്ങളും കരങ്ങളും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിൽ അവർ ചെയ്യുമ്പോൾ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. സ്വത്രം. എന്നാൽ നല്ല മനസ്സാക്ഷിയുള്ള മനുഷ്യർ ഭരണം നടത്തുമ്പോൾ മനുഷ്യനത് അനുഗ്രഹമാണ്. ധാർഷ്ട്യക്കാരും ധൂർത്തടിക്കുന്നവരും ഭരണം നടത്തുമ്പോൾ അതിൻ്റെ കഷ്ടതകൾ നമ്മളും പേറേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ദുഷ്ടന്മാർ ന്യായപാലനം ചെയ്യുമ്പോൾ ജനം ഒളിച്ചുകൊള്ളുന്നുവെന്ന് സോളമൻ പഠിപ്പിക്കാനിടയായി. നല്ല ഒരു ഭരണം നടത്തുമ്പോൾ അതിൻ്റെ സന്തോഷവും സമൃദ്ധിയൊക്കെ സമാധാനമൊക്കെ മനുഷ്യനുണ്ടാകും. അതും വേദപുസ്തകം തരുന്നൊരു പഠനമാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, നമുക്ക് ഇന്നുള്ള ഭരണകൂടം ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനുള്ള കഴിവും പ്രാപ്തിയും കൊടുക്കാതെ അവർക്ക് നന്നായി ഭരിക്കാൻ കഴിയുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എത്ര നല്ല മനുഷ്യരാണെങ്കിലും, എത്ര നല്ല മനസ്സാക്ഷിയുള്ളവരാണെങ്കിലും ദൈവികമായ ജ്ഞാനവും വിവേകവും സുബോധവും തിരിച്ചറിവും കൊടുക്കുന്നില്ലെങ്കിൽ അവർക്കൊന്നും നല്ല നിലയിൽ ഭരിക്കാൻ കഴിയുകയില്ല. കാരണം ഈ ലോകം ഭരിക്കുന്ന ഒരു ദുഷ്ടശക്തി ഉണ്ടെന്ന് ദൈവവചനം നന്നായി പഠിപ്പിക്കുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 19-ാം അധ്യായത്തിൽ സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഈ ലോകപ്രകാരം ഒരു ഭരണം മനുഷ്യർ ഈ ഭൂമിയിൽ ചെയ്യുമ്പോൾ തന്നെ ഓരോ രാജ്യങ്ങളെയും ഓരോ ഭരണ സംവിധാനങ്ങൾ സ്വത്രം ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ നന്നായി വിലയിരുത്തേണ്ട ഒരു കാര്യം, പഠിക്കേണ്ട കാര്യം, ഒരു സാത്താന്യ ശക്തി ഈ ലോകത്തെ അടക്കി വാണുകൊണ്ടിരിക്കുക. അതെപ്പോൾ സംഭവിച്ചു? ആദാമ്യ സൃഷ്ടിയുടെ ആരംഭം മുതൽ അനുസരണക്കേടെന്നുള്ള ഒരു മഹാപാപം മനുഷ്യൻ്റെ മേൽ വന്നപ്പോൾ സാത്താൻ ഈ ഭൂമിയുടെ ഭരണം കയ്യാളി എന്ന് നമ്മൾ വേദപുസ്തകത്തിലൂടെ നന്നായിട്ട് മനസ്സിലാക്കണം. സ്വത്രം.
യേശുവിനോട് സാത്താൻ പറയുന്നൊരു ഭാഗമുണ്ട്, നീ എൻ്റെ വീട് നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. ഇത് എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആര് ഭരമേൽപ്പിച്ചു? ആദിമ പിതാക്കന്മാരുടെ അനുസരണക്കേട് നിമിത്തം ഈ ഭരണം സാത്താൻ്റെ കയ്യിലേക്ക് പോയി. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഞാനിതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയാറുണ്ട്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് 12:9. ഇത് പല പ്രാവശ്യം പറയുമ്പോഴാണ് ചിലർക്കിത് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യും. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഈ വാക്യം നന്നായിട്ടൊന്ന് അപഗ്രഥിച്ച് പഠിച്ചു നോക്കി. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന. ഭൂതലത്തെ എന്ന് പറയുമ്പോൾ ആരായി ഉദ്ദേശിക്കുന്നത്? ഭൂതലം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യനെയാണ്, അല്ല മൃഗങ്ങളെയല്ല, അല്ല ഈ പ്രകൃതിയല്ല. ഈ ഭൂമിയെ വാഴുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ഉൽപ്പത്തിപ്പുസ്തകം അങ്ങനെയാണ് പറയുന്നത്. സകല ജീവജാലങ്ങളെയും സകലത്തെയും അടക്കി വാഴുവാനാണ് സ്തോത്രം ആദാമിനും ഹവ്വയോടും ദൈവം കൽപ്പന കൊടുത്തത്. അങ്ങനെ അടക്കി വാഴാനായിട്ട് ദൈവമാക്കി വെച്ച മനുഷ്യൻ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. ആ ചതിയേറ്റി അന്ന് മുതൽ സാത്താൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ ഈ ലോകം മുഴുവൻ ആയി. ഇനി വെളിപ്പാട് 20-ന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് 20-3. ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞ വാക്യങ്ങളാണ്. പിന്നെയും പിന്നെയും വായിക്കുക. കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്തവരാണ് നല്ലൊരു ശതമാനം ആൾക്കാർ. അതുകൊണ്ട് അത് വായിച്ചു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും. അതിൻ്റെ 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അവൻ പിശാചും സാത്താനുമെന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് 1000 കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. എന്തിനാണ് അഗാധത്തിൽ തള്ളിയിട്ടത്? എന്തിനാണ് അടച്ചു പൂട്ടിയത്? 1000 വാഴ്ച ഈ ഭൂമിയിലാണ് സംഭവിക്കുന്നത്. ഈ ഭൂമിയിൽ സംഭവിക്കുമ്പോൾ ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ സാത്താൻ എന്ത് ചെയ്യുക? അഗാധ കൂപത്തിൽ ഒരു ദൂതനെ കൊണ്ട് കൽപ്പിച്ച് ദൈവം അടച്ചു പൂട്ടുകയാണ്. ഞാൻ പല പാസ്റ്റർമാരും പല വെളിവുകെട്ട പാസ്റ്റർമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സാത്താനെ ഞാൻ എരിച്ചു കളയുന്നു, പൊരിച്ചു കളയുന്നു, നരകത്തിലേക്ക് അയക്കുന്നു, അവരെ ഞാൻ എന്നേക്കുമായി പാതാളത്തിലേക്ക് അയക്കുന്നു ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമ്മൾ സഹതപിക്കുക. കാരണം വേദോസ്തവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പിച്ചും പേയും വിളിച്ചു പറയുന്നതായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. സാത്താനെ ആർക്കും പിടിച്ചു കെട്ടാനോ ഈ ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് അയക്കാനോ അവനെ പൂർണ്ണമായി ശാസിച്ചകറ്റാനൊന്നും ആർക്കും കഴിയില്ല. ഒരു വ്യക്തിയുടെ മേൽ സാത്താൻ്റെ പോരാട്ടമുണ്ടെങ്കിൽ ദൈവകൃപയുള്ളവർ, ദൈവം അധികാരമേൽപ്പിച്ചവർ ശാസിച്ച് പുറത്താക്കാം. എന്നല്ലാതെ സാത്താനെ ഉന്മൂലനാശം ചെയ്യാൻ ഇവിടെ ഒരു പാസ്റ്ററിനും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. അതൊക്കെ ആത്മീക ശൈശവ അവസ്ഥയുടെ പ്രതിഫലനങ്ങളാണെന്ന് പറയുന്നതിൽ വേദനയുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ സാത്താനെ ബന്ധിച്ചിടുന്നു. ബന്ധിച്ചില്ലെങ്കിൽ എന്തോ പറ്റും? ജാതികളെ അവൻ വഞ്ചിച്ചു കളയും. ഇത് മനസ്സിലാക്കണം. അടുത്ത് അതിൻ്റെ 7-8 വാക്യങ്ങളൂടി വായിക്കാം. വെളിപ്പാട് 20-ന്റെ 7-8. പിന്നെ സ്വർഗത്തിൽ നിന്ന് യുദ്ധമുണ്ടായി. 7-8 20-ന്റെ 7-8. വെളിപ്പാട് 20-ന്റെ 7-8. 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള
ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ എന്ന് മനസ്സിലായി ഈ വാക്യത്തിൽ നിന്ന്. 1000 ആണ്ട് കഴിയുമ്പോൾ ഇസ്രയേലിനെതിരെ ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ സാത്താനാണ് യുദ്ധത്തിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ച് വരുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ രക്തം ചിന്തുന്ന യുദ്ധങ്ങളൊക്കെ ആര് നടത്തുക? മനുഷ്യനാണ് നടത്തുന്നത്. അതിൻ്റെ പിന്നിൽ സാത്താൻ്റെ അദൃശ്യ ശക്തികളാണ്. സാത്താനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നത് അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനുമായിട്ടാണ് ദുഷ്ടൻ വരുന്നത്. അറുത്ത് കളയുക, മുടിച്ചു കളയുക, നശിപ്പിച്ച് കളയുക, കൊന്നുകളയുക, പ്രശ്നങ്ങളുണ്ടാക്കുക, തമ്മിലടിപ്പിക്കുക, രാഷ്ട്രങ്ങളെ തമ്മിലടിപ്പിക്കുക, പക, വിദ്വേഷം, വൈര്യം എന്നിവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കുത്തി നിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ചാകാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക എന്ന സാത്താൻ്റെ പരിപാടിയാണ്. അതിന് മനുഷ്യൻ ഇരകളായിത്തീരുന്നുവെന്ന് പെന്തക്കോ സമൂഹം ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോണേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകം 12-ാം വാക്യം വായിക്കാം. 12:12. ആ ആ ആനന്ദിപ്പി. കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ, പിശാചിന് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് പിശാചിനറിയാം. ദൈവസഭ മാറ്റപ്പെടാൻ നേരമായെന്ന് പെന്തക്കോസ്തുകാർക്കും പാസ്റ്റർമാർക്കും പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും ഇന്നും മനസ്സിലായിട്ടില്ല. പെന്തക്കോസ്ത് സമൂഹത്തിന് തന്നെ ഒരു ചെറിയ ശതമാനം ഒഴികെ ആർക്കും അത് മനസ്സിലായിട്ടില്ല. അവർ ഈ ലോകത്ത് കിടന്ന് ഇങ്ങനെ ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങളൊക്കെ അനുഭവിച്ച് ഈ ലോകത്തിൽ വേണ്ടി വന്ന ഭരണം നടത്തി MLA ആയി, മന്ത്രിയായി, ലോകമനുഷ്യനെ പോലെ സുഖിക്കാനും ലോകമനുഷ്യനെ പോലെ ജീവിക്കാനും വേണ്ടി അക്രാന്തം കാണിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പെന്തക്കോസ്ത് പാസ്റ്റർമാർക്ക് MLA ആകണം, ഭരണം നടത്തണം. കാരണം അങ്ങനെ ഭരണം നടത്തിയാലേ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഒരു വിടുതൽ അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നമുക്ക് പ്രാപിക്കാൻ പറ്റുള്ളൂ. അതാണ് അവരുടെ ചിന്ത. അല്ല, ദൈവത്തിൻ്റെ വിടുതൽ അവർക്ക് വേണ്ട, ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്ക് വേണ്ട. ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ ചരിത്രം എടുത്ത് പഠിക്കുക, പ്രവൃത്തി പുസ്തകം എല്ലാവരും വായിച്ച് പഠിക്കുക. ബഹുമാനപ്പെട്ട പാസ്റ്റർമാരും സെൻട്രലും ലോക്കലും എല്ലാവരും വായിച്ച് പഠിക്കുക. പ്രവൃത്തി പുസ്തകം വായിച്ച് പഠിക്കുക. ബുക്ക് ഓഫ് ആക്ട്സ്, പുതിയ നിയമസഭയുടെ ചരിത്ര പുസ്തകം വായിച്ച് പഠിക്കുക. പ്രതികൂലം വന്നപ്പോൾ അവരെന്താ ചെയ്ത്? സുവിശേഷ വിരോധികൾ അവർക്കെതിരെ ശബ്ദമുയർത്തിയപ്പോൾ, അക്രമങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അവരെന്ത് ചെയ്തു? കോടതി പോയോ? കേസിന് പോയോ? വഴക്കുണ്ടാക്കിയോ? ഇടയ്ക്കൊരു സഹോദരൻ പറയുന്നുണ്ടായി, തോമസ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, സുവിശേഷ വിരോധികൾ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ഒരു പാസ്റ്ററിനെ തല്ലാൻ തുടങ്ങി, സഭ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി, ആരാധന തടസ്സപ്പെടാൻ തുടങ്ങി. അദ്ദേഹം വന്ന് പ്രസംഗിച്ച ഒരു അരമണിക്കൂർ യൂട്യൂബ് മുഴുവൻ എല്ലാവരുടെയും യൂട്യൂബിൽ കിടപ്പുണ്ട്. എല്ലാ പെന്തക്കോസ്തുകാരെല്ലാവരും അത് കേട്ടു. പലരും അത് കേട്ട് ഉറഞ്ഞു തുള്ളി സന്തോഷിച്ചു. ഞാനത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, പുള്ളിയാ സംസാരിച്ചത് മുഴുവൻ ജഡത്തിലാണ്, പുള്ളിയാ കാണിച്ചത് മുഴുവൻ എല്ലാം ജഡത്തിലാണ്. ആദ്യം നൂറ്റാണ്ടിൽ സഭ അങ്ങനെ അല്ലായിരുന്നേ. പ്രതികൂലം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ച ചരിത്രമാണ് ആദിമ നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരാം. നമ്മുടെ പഠനം പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായമാണ്. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം ഒന്നെടുത്തായിട്ട് അതിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയും. ഇതൊക്കെ പല പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും ഇന്നും പലരുടെയും ഹൃദയത്തിലോട്ട് കയറിയിട്ടില്ല. പലർക്കും വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുക, ഇത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ. ചരിത്ര പുസ്തകമായ ദൈവസഭയുടെ പ്രവൃത്തി പുസ്തകം നന്നായിട്ട് പഠിക്കണം നമ്മൾ. അതിൻ്റെ 23-ാം അധ്യായം, അവരെ ഉപദ്രവിച്ചു, അവരെ വഴക്ക് പറഞ്ഞു, അവരെ തല്ലി, എന്നിട്ട് അവരെന്ത് ചെയ്തു? വിട്ടയച്ച ശേഷം അവർ 23 വരെ 23-ാം വാക്യം തൊട്ട് കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ,
ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നതുമെന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവൻ്റെ അഭിഷക്തിന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻനിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടി പ്രസ്താവിപ്പാൻ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. ഈ വേദഭാഗം നന്നായിട്ട് പഠിക്കണം. പ്രവൃത്തി 4:23 മുതൽ 31 വരെയുള്ള വാക്യം, 2 വരെയുള്ള വാക്യം, അല്ല ബാക്കി കൂടി ഒന്ന് വായിക്കാൻ വേണമെങ്കിൽ. തനിക്കുള്ളതൊന്നും സ്വന്തം ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവകയായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ ഇടയിൽ ശക്തിയില്ല, ഭക്തിയും ഇല്ല, കൃപയും ഇല്ല, ഒരു വകയില്ല. കുറെ ബഹളം മാത്രമുണ്ട്, കുറെ പാട്ടും കൂത്തും മാത്രമുണ്ട്. ആത്മശക്തിയില്ല, വചനത്തിൻ്റെ ജ്ഞാനമില്ല, സകല വനത്തിലും പരിജ്ഞാനത്തിലും ജ്ഞാനമില്ല. സ്വത്രം നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധിയില്ല, പ്രത്യാശയുടെ സമൃദ്ധിയില്ല, സന്തോഷ സമൃദ്ധിയില്ല, വിശ്വാസത്തിൽ സമ്പന്നരല്ല. ആത്മീയമായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ലവോദിക്കയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലവോദിക്ക എങ്ങനെയാ? ആത്മീക കുരുടൻ, ആത്മീക ദരിദ്രൻ, ആത്മീക നഗ്നൻ. ഈ അവസ്ഥയിൽ കിടന്നുകൊണ്ട് കൺവെൻഷൻ, പാട്ട്, പ്രാർത്ഥന, പിന്നെന്താണ് മീറ്റിംഗ്, പരസ്യയോഗം, സകല പരിപാടികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. യാതൊരു വിശേഷവുമില്ല. സഭ ആദിമ നൂറ്റാണ്ടിൻ്റെ ആ ഉപദേശ സത്യങ്ങളിലേക്ക് സഭകൾ മടങ്ങി വരണം, അല്ലാതെ ഒരു രക്ഷയില്ല. ഈ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ കീശ നിറയും. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാം, കാറ് മേടിക്കാം, വീട് മേടിക്കാം, ലോറി മേടിക്കാം, ഭൗതിക കാര്യങ്ങളൊക്കെ നേടാമെന്നല്ലാതെ ആത്മീകമായ ഒരു ഇഞ്ച് പ്രയോജനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആദിമ നൂറ്റാണ്ടിൽ കർത്താവിനോട് കൂടെ നടന്ന സ്ലീഹന്മാർ ഓർ അപ്പോസ്തലന്മാർ, അല്ലെങ്കിൽ ശിഷ്യഗണങ്ങൾ, അല്ലെങ്കിൽ ഡിസൈപ്പിൾസ്, അവരുടെ ജീവിതവും അവരുടെ ഉപദേശവും അവരുടെ ആത്മീക നിലവാരങ്ങൾ മുഴുവൻ മറിക്കപ്പെട്ടിരിക്കുക. ആ ഉപദേശത്തോട് കൂട്ടുചേർത്തിരിക്കുക, അതിനെ മറച്ചു കളഞ്ഞിരിക്കുക, അതിനെ കൂട്ടിക്കളഞ്ഞിരിക്കുക. അതൊക്കെ ചെയ്തിട്ട് ഇവിടെ കിടന്ന് എന്ത് കാണിച്ചിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആദിമ നൂറ്റാണ്ടിലെ സഭകളുടെ ഉപദേശത്തിലേക്ക് സഭകൾ മടങ്ങി വരട്ടെ. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് സഭകൾ മടങ്ങി വരട്ടെ. പത്യോവചനം, പത്യോപദേശത്തിലേക്ക് സഭകൾ മടങ്ങി വരട്ടെ. ന്യായപ്രമാണത്തിൻ്റെ പഠിപ്പിക്കലിനൊക്കെ വിരാമമിട്ടിട്ട് പുതിയ നിയമസഭ കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഫോളോ ചെയ്യട്ടെ. അതാ പൗലോസ് പറഞ്ഞു, ഞങ്ങളെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെ കുറിക്കൊള്ളുവിൻ. അവരെ അനുകരിക്കാം. അവർ പറഞ്ഞ വചനങ്ങൾ, അവർ പറഞ്ഞ ഉപദേശങ്ങൾ സഭയെ പഠിപ്പിക്കാം. അല്ലാതെ ഇവിടെ കിടന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഒരു പ്രയോജനവുമില്ല. നമ്മുടെ കന്നുകുടി നടക്കും, നമ്മുടെ ഭൂമിയിലെ ഭൗതിക കാര്യങ്ങൾ ഇവിടെ നടത്തപ്പെടും. ആത്മീയമായി ഒരിഞ്ച് പോലും വളരാൻ ആർക്കും കഴിയുകയില്ല. ഇത് നീണ്ട 25-30 വർഷത്തെ പരിചയ സമ്പത്ത് കൊണ്ട് പറയുകയാണ് ഈ സന്ദേശം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബുഹോരോ പറഞ്ഞ അധികം സമയം കളയുന്നില്ല. സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവനോട് എതിർത്ത് നിൽക്കാനുള്ള ദൈവകൃപ, ദൈവശക്തി നമുക്ക് പ്രാപിക്കാം. പത്രോസിൻ്റെ ആ ലേഖനത്തിൽ ആ ഭാഗം വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം നമ്മൾ പറയുന്നില്ല. പത്രോസിൻ്റെ ലേഖനത്തിൽ ആ വിഷയം പരാമർശിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടി നമ്മൾ ആഴത്തിൽ അത് ചിന്തിക്കുന്നതായിരിക്കും. തൽക്കാലം നമ്മൾ ഒരു ടൈറ്റിൽ മെസ്സേജ് എന്നുള്ള നിലയിൽ ഞാനിവിടെ സ്തോത്രം നിർത്തുകയാണ്. ഇന്ന് ഭരമേൽപ്പിക്കപ്പെട്ട പത്രോസിൻ്റെ
ഒന്നാം ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നു. കഴിഞ്ഞ 1, 2, 3, 4 അധ്യായങ്ങൾ ചെറിയൊരളവിൽ പഠിച്ചു എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിനേക്കാൾ ആഴമായി പഠിപ്പിക്കുന്ന പലരും കണ്ടേക്കാം, പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് ഒരു ചെറിയ അളവിൽ നമ്മൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കി പഠിച്ചു എന്നാണ് എൻ്റെ ചിന്ത. ഈ പഠിച്ച കാര്യങ്ങൾ, ഗ്രഹിച്ച കാര്യങ്ങൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥനയോടെ സ്തോത്രം നമുക്ക് ദൈവത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. അതിൻ്റെ 1 പത്രോസ് 5-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിനും സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിൻ്റെ കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. ഈ വാക്യം ശ്രദ്ധിക്കണേ. ആരാണ് പത്രോസ്? ഒരു കൂട്ടുമൂപ്പൻ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ, ഒരു കൂട്ടുമൂപ്പൻ. ഇവിടെ റവറൻറ്റും ഡോക്ടറും ഒന്നുമില്ല. ഒരു മൂപ്പൻ, ഒരു കൂട്ടുമൂപ്പൻ, ഒരു ഉപദേശി, ഒരു പാസ്റ്റർ, ഒരു ശുശ്രൂഷകൻ. അതിലപ്പുറമായിട്ടുള്ള പേരൊന്നും ആരും എടുക്കരുത്. ഈ പേരെടുത്തവരെല്ലാം ആത്മീയമായി തകർന്ന് തരിപ്പണമായി പോയി. റവറൻറ്റ് പട്ടം തിരിഞ്ഞവരും ഡോക്ടർമാരെടുത്തവരും ഇപ്പോഴൊക്കെ അവർ നേരെ സുവിശേഷം തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനത് സസൂക്ഷ്മം പഠിച്ചുകൊണ്ട് പറയുക. ഡോക്ടർമാരെന്ന പേരെടുത്ത പാസ്റ്റർമാർ, റവറൻറ്റുമാരെന്ന പേരെടുത്ത പാസ്റ്റർമാർ സുവിശേഷം തിരിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മറ്റൊരു സുവിശേഷം, അവരിൽ മറ്റൊരാത്മാവ്, അവർ മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആ സുവിശേഷം വ്യാജമാണ്. അത് യഥാർത്ഥമായ സുവിശേഷമല്ല എന്ന് ഇനിയെങ്കിലും ദൈവമക്കൾ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നു, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും. ഇതിന് വലിയ പ്രസക്തിയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷി, നേരിട്ട് കണ്ട സാക്ഷി. പത്രോസ് നേരിട്ട് കണ്ടു കർത്താവിനെ ക്രൂശിക്കുന്നതും ഉപദ്രവിക്കുന്നതും. കർത്താവിനോട് യഹൂദന്മാർ ഇടപെട്ട രീതികൾ മുഴുവൻ നേരിട്ട് കണ്ട ഒരു ഭക്തനായ മനുഷ്യനാണ് പത്രോസ്. അതുകൊണ്ട് ആ വാക്യം അങ്ങനെ പറയുന്നത്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ. പത്രോസ് തന്നെ പരിചയപ്പെടുത്തുക. ഇങ്ങനെ ആർക്കെങ്കിലും പറയാനുള്ള ധൈര്യമുണ്ടോ ഇന്ന്? ആർക്കുമില്ല. നമുക്കാർക്കും പറ്റത്തില്ല. ഇന്ന് ഭൂമി ജീവിച്ചിരിക്കുന്ന ഒരു പാസ്റ്ററിനും ഈ പത്രോസ് പറഞ്ഞതുപോലെ പറയാനുള്ള അവകാശമില്ല. കാരണം എന്താ? ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയായി നമ്മളാരും തീർന്നിട്ടില്ല. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് കൂട്ടാളിയും സാക്ഷിയുമായി നമ്മളാരും തീർന്നിട്ടില്ല. അവർ തീർന്നതുപോലെ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 1-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ മതി നിങ്ങളോട് അറിയിക്കുകയും ചെയ്യും. ഈ പ്രസ്താവന പറയാൻ ഇന്ന് ഭൂമിയിൽ ഒരു മനുഷ്യനും ജീവിച്ചിരിപ്പില്ല. ഇത് കർത്താവിൻ്റെ കൂടെ നടന്നവരാ. കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവ് അനുഭവിച്ച കഷ്ടതകളും പീഡകളും നേരിട്ട് കണ്ട് അവർ സാക്ഷ്യപ്പെടുത്തുക. അവരിൽ നിന്നാണ് ഈ സന്ദേശം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തലന്മാരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, എൻ്റെ വാക്ക് കേൾക്കുന്നവൻ എന്നെ അയച്ചവൻ്റെ വാക്ക് കേൾക്കുന്നു. ഞാൻ പല സഹോദരന്മാരോടും അത് പറയാറുണ്ട്. പക്ഷെ അവർക്കത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവരുടെയൊക്കെ ബുദ്ധിയെയും സുബോധത്തെയൊക്കെ സാത്താൻ മറിച്ച് കളഞ്ഞെന്നാണ് തോന്നുന്നത്. നമ്മുടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം തള്ളിക്കളഞ്ഞാൽ കർത്താവിനെ തള്ളിക്കളയുന്നു. അതോടെ നമ്മൾ പിതാവിനെ തള്ളിക്കളയുന്നു. പിന്നെ നമ്മൾ ദൈവമില്ലാത്തവരായി മാറും. അതാണ് 1 യോഹന്നാൻ 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ടു പോകുന്ന ഒരുത്തനും ദൈവമില്ല.
ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് പിതാവുമുണ്ട്, പുത്രനുമുണ്ട്. ആ ഉപദേശം കൊണ്ടല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവനുമായിട്ട് കുശല പ്രശ്നം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവൻ്റെ ദുഷ്പ്രവൃത്തികൾക്ക് നിങ്ങളും കൂട്ടാളികളാണെന്നാണ് സ്തോത്രം യോഹന്നാൻ അപ്പോസ്തലൻ, യേശുവിൻ്റെ മാറിൽ ചാരി ചെയ്ത യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നത്. നമുക്കതൊന്നും ഒരു വിഷയമല്ല. ഇപ്പോൾ നമ്മൾ അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ സ്തോത്രം എന്ത് ചെയ്യുന്നു? പ്രബോധിപ്പിക്കുന്നത്. പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ ഒരു പ്രയോഗമുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായം. അത് പത്രോസിനെ സംബന്ധിക്കുന്ന വിഷയം തന്നെയാണ്. വളരെ മനോഹരമായ ഒരു പ്രസ്താവനയാണത്. സ്തോത്രം, ശ്രദ്ധിച്ചു കേട്ടാൽ. അപ്പോൾ പത്രോസ്, പ്രവൃത്തി 10:34 മുതൽ, അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും കൊർന്നൊല്യോസിൻ്റെ ഭവനത്തിൽ വരുമ്പോഴുള്ള പ്രസംഗമാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവരോടുകൂടെ ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദാദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. കണ്ടോ ഈ വാക്യം, 39-ാമത്തെ വാക്യം. യഹൂദാദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി. അപ്പോസ്തലന്മാർ അവരെക്കുറിച്ച് പറയുന്നതാണ്, അവരെക്കുറിച്ച് സ്വയം പറയുന്ന കാര്യമാണ്. ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടി തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. നമുക്ക് എത്ര കൃത്യമായിട്ട് വചനം പറയുന്ന കാര്യമാണ്. അവനോടുകൂടി തിന്നുകുടിച്ച നമുക്കത് പറയാൻ സാധ്യതയുണ്ടോ? 5 അപ്പത്തെ വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പോൾ അവർ കൂടെ നടന്ന് തിന്നതല്ലേ? തീയിൽ ചുട്ട മീനും അപ്പമൊക്കെ ദൈവം അവർക്ക് കൊടുത്തതല്ലേ കർത്താവ്? അപ്പം അവനോടുകൂടി തിന്നുകുടിച്ച ഞങ്ങൾക്ക് സ്തോത്രം. അവൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടി തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. നമ്മളോടല്ല, അവരോടാണ് കൽപ്പിച്ചത്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനം ലഭിക്കും. ഇന്നത്തെ പ്രസംഗം മുഴുവൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ കാറ് കിട്ടും, വീട് കിട്ടും, ലോറി കിട്ടും, പിന്നെ വിസ കിട്ടും, എമിഗ്രേഷൻ ക്ലിയർ ആകും, അമേരിക്കയിൽ പോകാം, ലണ്ടനിൽ പോകാം, ദുബായി പോകാം, അവിടെ പോകാം, ഇവിടെ പോകാം എന്നൊക്കെ പറഞ്ഞ് വ്യാജ പാസ്റ്റർമാർ വചനത്തെ കൂട്ടിയേർത്ത് മറിച്ച് കളഞ്ഞ് പ്രസംഗിച്ച് വ്യാജ സുവിശേഷമാണ് ഇന്ന് ഭൂമിയിൽ പറന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു ശതമാനവും. സ്തോത്രം. എൻ്റെ പ്രബുദ്ധരായ കേൾവിക്കാരത് മനസ്സിലാക്കുക. മറിയപ്പെട്ട സുവിശേഷമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ സുവിശേഷം വിരളമായിട്ടേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനം ലഭിക്കും എന്നാണ് അപ്പോസ്തലന്മാരുടെ പ്രസംഗം. ഇന്നത്തെ പ്രസംഗം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിൻ്റെ കടം മാറും, കഷ്ടത മാറും, ദുരിതം മാറും, ദാരിദ്ര്യം മാറും, സമൃദ്ധി ഉണ്ടാകും. അത് ഫേക്കായിട്ടുള്ള സുവിശേഷമാണ്. അത് കലർപ്പുള്ള സുവിശേഷമാണ്. അത് മായം കലർത്തിയ സുവിശേഷമാണ്.
ആദിയിൽ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് തരുമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ആകാശത്തിലെ പറവകളെ നോക്കുവിനോ, ഇത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, സർവശക്തനായ ദൈവം അവയെ പുലർത്തുന്നു. ഈ പർവ്വജാതികളെക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. ആദിയിലവൻ്റെ രാജ്യം നീതിയും അന്വേഷിപ്പിൻ, അതോടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുമെന്ന കർത്താവ് പഠിപ്പിച്ചത്. ആവശ്യത്തിലധികം കിട്ടത്തില്ല. ആവശ്യത്തിലധികം കിട്ടിയാൽ അത് നിന്നെ നരകത്തിൽ കൊണ്ടെത്തിക്കും. അതല്ലെങ്കിൽ അതിൻ്റേതായ യോഗ്യമായ നിലയിൽ ചെലവഴിക്കാനുള്ള ഒരു ആത്മീക പക്വത, ഒരു പരിജ്ഞാനം, വിവേകം നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ സാത്താൻ അതിലൂടെ നമ്മളെ തകർത്ത് തരിപ്പണമാക്കി കളയുമെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. കാശുള്ളവരാരും സമ്പത്തുള്ളവരാരും സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ആ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു, നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ആ സമ്പത്തിനെ നീ ദൈവവചന വ്യവസ്ഥ പ്രകാരം വിനിയോഗിക്കുന്നുണ്ടോ? സാധുക്കളെ സഹായിക്കുന്നുണ്ടോ? അനാഥാർക്കും വിധവമാർക്കും ന്യായപാലനം ചെയ്യുന്നുണ്ടോ? അതിലൊക്കെ വാക്യങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് കിട്ടിയ കാശ് നമ്മൾ മാത്രം വെച്ച് അനുഭവിച്ചാൽ തമ്പുരാനോട് കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ധനവാന്മാരെ നിങ്ങളുടെ ധനം ഓർത്ത് നിങ്ങൾ കരഞ്ഞ് മുറയിടാനാണ് യാക്കോബ് പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചു. യാക്കോബ് 2:1. അല്ലയോ ധനവാന്മാരെ, 2:1 മുതൽ. ആ ആ ആ ആ ആ ഒരുത്തരും വന്നാൽ നോക്കി ആ പറയുന്നുവെങ്കിൽ ആ അതതിൻ്റെ കാര്യം. ധനവാനും ദരിദ്രനും തമ്മിലൊരു കമ്പയർ സ്റ്റഡി അവിടെ നടത്തുക. ദരിദ്രനോട് വേറൊരു രീതി, ധനവാനോട് വേറൊരു രീതി. ഇത് പാസ്റ്റർമാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ചക്രമുള്ളവൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും മീറ്റിംഗ് നടത്താനും പാസ്റ്റർമാർക്ക് ഭയങ്കര ഉത്സാഹമാണ്. ആ കാശിന് പോക്കില്ലാത്തതിൻ്റെ അടുക്കലോട്ട് പോകത്തില്ല. പൈസ ഇല്ലെങ്കിൽ പ്രസംഗമില്ല, പണമില്ലെങ്കിൽ ശുശ്രൂഷയില്ല. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറി. യാക്കോബ് 5 എന്താ പറയുന്നത്? അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദുഃഖിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പൊളച്ച് കുലദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിന്നതുമില്ല. ഇതൊക്കെ ധനവാന്മാർക്കെതിരായിട്ടുള്ള ശക്തമായ പ്രബോധനങ്ങളാണ്. കർത്താവും അപ്പോസ്തലന്മാരും ധനവാന്മാർക്കെതിരെ പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, അവരുടെ ധനം നിക്ഷേപമുള്ളതിൻ്റെ ഹൃദയമിരിക്കും. അതുകൊണ്ട് ധനവാന്മാരോട് നമുക്ക് പ്രത്യേകിച്ച് വിരോധങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന ധനം അനീതിയുള്ള മാമോനാണ്. അതിൽ കൂടി സാത്താൻ കയറി പ്രവർത്തിച്ച് അഹങ്കാരികളാക്കി, നിഗളികളാക്കി നമ്മളെ നിത്യമായ നാശത്തിലേക്ക് തള്ളിക്കളയാൻ കഴിയും അവർക്ക്. അതുകൊണ്ടത് നന്നായി മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം.